ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അഥവാ മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. 2022 അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 16ാമത്തെ ചോദ്യം തൊട്ടാണ് നമ്മളിതിൽ പറയുന്നത്. 16 എന്നിട്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ചോദിച്ച 2019, 20, 21 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ 15 പറഞ്ഞു. ഓക്കെ, ഇനി 2022 ചോദിച്ച 16ാമത്തെ ചോദ്യം തൊട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ നമ്പർ ഇട്ടുള്ളത്, അതുകൊണ്ടാണ് അത് 16 എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ 2022 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം, അതിൻ്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, What is the common difference of the arithmetic sequence 3, 7, 11? 3, 7, 11 എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണുക. പൊതുവ്യത്യാസം കാണാൻ വളരെ സിമ്പിൾ ആണ്. സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്താൽ മതി, അഥവാ മൈനസ് ചെയ്താൽ മതി. അപ്പൊ 7 - 3 4 കിട്ടും. അപ്പൊ പൊതുവ്യത്യാസം എത്രയാ? 4. 2022 1 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. അടുത്തത് 5, 8, 11 is an arithmetic sequence. 5, 8, 11 ഒരു സമാന്തര ശ്രേണിയാണ്. What is 20th term? 20ാം പദം കാണുക. What is the algebraic expression for this sequence? ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. 2 മാർക്കിന് ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ 5, 8, 11 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണി, ഇതിന്റെ 20ാം പദം കാണണം. 20ാം പദം കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി. x1 + 19d. ഒരു സമാന്തര ശ്രേണിയിലെ ഇത്രാമത്തെ പദം കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, x1 + n - 1 d. അപ്പൊ 20ാമത്തെ പദം ചോദിക്കുമ്പോൾ x1 + 19d. ഇനി 100ാം പദമാണ് കാണാൻ പറയുന്നെങ്കിലോ x1 + 99d എന്ന് വരും. ഓക്കെ, x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എത്രയാ? 5. ഓക്കെ, d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ്, 8 ന്ന് 5 പോയാൽ 3. ഓക്കെ, ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. സോ 19 × 3 ചെയ്യാം. 3, 9, 27, k = 2, 3 × 2 5. 57ക്ക് നമ്മൾ 5 കൂട്ടണം. സോ 62 കിട്ടും. അപ്പൊ 20ാമത്തെ ടേം എത്രയാണ്? 62 ആണ്. ഇനി അൾജിബ്ര കാണണം. അൾജിബ്ര കാണാനും നമുക്ക് പല പല ഇക്വേഷൻസ് ഉണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ an + b ആണ്. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ്, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പൊ 3n. ഇനി ഫസ്റ്റ് ടേം 5 ആണ്. n-ന് 1 കൊടുക്കുമ്പോൾ 3 × 1 3 ആണ്. ആ 3നെ 5 ആക്കാൻ ഒരു 2 കൂടെ ആഡ് ചെയ്യണം. സോ 3n + 2. ഇനി ചില ആളുകൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്, dn + f - d. ഇത് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, അപ്പോൾ 3n. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അത് 5. d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, അത് 3. സോ 3n. 5 ന്ന് 3 പോയാൽ 2. ഇനി ചില ആളുകൾ x1 + n - 1 × d ഇതും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, x1 ആണ് ഫസ്റ്റ് ടേം, അപ്പോൾ 5 പ്ലസ് n - 1 × d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. ഓക്കെ, അപ്പോൾ 5 പ്ലസ് 3 × n 3n മൈനസ് 1 × 3 3. ആദ്യം ഞാൻ 3n എഴുതി. 5 - 3 2. എങ്ങനെ ചെയ്താലും 3n + 2 ആണ്. ഇപ്പോൾ ഈ രണ്ടാമത് ഫസ്റ്റ് ഞാൻ ചെയ്ത ഈ an + b ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ടേമിനും നമുക്കുള്ളൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം വേണം. ഓക്കെ, x1 പ്ലസ് എന്നാണ് ഇവിടെ, f - d ഫസ്റ്റ് ടേം ആണ്. ഈ an + bക്ക് നമുക്ക് ഫസ്റ്റ് ടേം വേണമെന്നില്ല. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൻ്റെ അൾജിബ്ര കാണാൻ ഇവിടെ എനിക്ക് ഫസ്റ്റ് ടേം തന്നിട്ടില്ല, സെക്കൻഡ് ടേം 8 ആണ് തന്നിട്ടുള്ള എഴുതിക്കോ. അപ്പോൾ കോമൺ ഡിഫറൻസ് എനിക്കറിയാം 3n ആണ്, 3 ആണ്. ഇനി n-ന് 2 കൊടുക്കുമ്പോൾ എനിക്ക് 8 കിട്ടണം. അപ്പോൾ 3 × 2 6 ആണ്. 6ക്ക് എത്ര കൂട്ടുമ്പോൾ 8 കിട്ടുക? 2 കൂട്ടുമ്പോൾ. ആണോ? ഇനി എനിക്ക് തേർഡ് ടേം ആണ് തന്നിട്ടുണ്ടെങ്കിൽ 3 × 3 9 ആണ്. 9ലേക്ക് എത്ര കൂട്ടുമ്പോഴാണ് 11 കിട്ടുക? 2. ഓക്കെ, അപ്പൊ an + b ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഫസ്റ്റ് ടേം തന്നെ വേണമെന്ന് നിർബന്ധം ഇല്ല. അതുകൊണ്ട് ആ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത്, the algebraic expression for the sum of n terms of arithmetic sequence is n² + n. ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിതം n² + n. Find the first term of the sequence.
ഈ ശ്രേണിയുടെ ആദ്യ പദം കാണുക. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ n സ്ക്വയർ പ്ലസ് n എന്നാണ് നമ്മളുടെ അൾജിബ്ര. ഫസ്റ്റ് ടേം കാണാൻ n-ന് 1 കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 2 4 6 എന്ന് പറഞ്ഞ് പോവാണെന്നുണ്ടെങ്കിൽ ഇത് 2 അല്ല കേട്ടോ, ഇത് 4 മാർക്കിൻ്റെയാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞില്ലേ, ഇത് 4 മാർക്കിൻ്റെയാണ് വരിക കേട്ടോ. 4 അല്ലെങ്കിൽ 3 ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതായിരിക്കും. ഓക്കെ, ഇപ്പോൾ 2 4 6 എന്ന് പറയുന്ന പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. ഈ സമാന്തര ശ്രേണിയുടെ സമ്മിൻ്റെ അൾജിബ്ര ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇപ്പം ഞാൻ ഇതിൽ ഫസ്റ്റ് ടേം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ടേമിൻ്റെ സമ്മും ഫസ്റ്റ് ടേമും ഒക്കെ അത് തന്നെയല്ലേ അല്ലേ. അപ്പോൾ ഇവിടെ n-ന് 1 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേമിൻ്റെ സമ്മ് കിട്ടും. ഫസ്റ്റ് ടേമിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഫസ്റ്റ് ടേം തന്നെയാണ്. അപ്പോൾ ആദ്യ പദം കാണാൻ ഞാൻ n-ന് 1 കൊടുത്തു. 1 സ്ക്വയർ പ്ലസ് 1, അപ്പോൾ 1-ന്റെ സ്ക്വയർ 1 ആണ്. 1 പ്ലസ് 1 2 കിട്ടും. ഇനി 10 ടേമിൻ്റെ സമ്മാണ്. ഇത് സമ്മിൻ്റെ അൾജിബ്ര അല്ലേ. ഇതിന് 1 കൊടുത്താൽ ഒരു ടേമിൻ്റെ സമ്മ് കിട്ടും. 2 കൊടുത്താൽ 2 ടേമിൻ്റെ സമ്മ് കിട്ടും. 3 കൊടുത്താൽ 3 ടേമിൻ്റെ സമ്മ് കിട്ടും. അപ്പോൾ 10 ടേമിൻ്റെ സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ n-ന് എന്ത് കൊടുത്താൽ മതി? 3 കൊടുത്താൽ മതി. 10 കൊടുത്താൽ മതി. അപ്പോൾ 10 സ്ക്വയർ പ്ലസ് 10, 10-ന്റെ സ്ക്വയർ 10 × 10 100 ആണ്. അപ്പോൾ 100 പ്ലസ് 10 110. ഓക്കെ, അടുത്ത് 6 10 14 is an arithmetic sequence. 6 10 14 ഒരു സമാന്തര ശ്രേണിയാണ്. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദ arithmetic sequence. ഈ ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുകയാണ്. 4 മാർക്കാണ് അതിന്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടേം ആൻഡ് 16th ടേം. ഈ ശ്രേണിയിലെ ആദ്യ പദവും 16ാം പദവും തമ്മിലുള്ള വ്യത്യാസം കാണുക. 2 മാർക്ക്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് 15 ടേംസ് ഓഫ് ദ നെക്സ്റ്റ് 15 ടേംസ്. ആദ്യത്തെ 15 പദങ്ങളുടെ തുകയും അടുത്ത 15 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം കാണുക. 2 മാർക്ക്. അപ്പോൾ മൊത്തം 4 × 6 × 8. അപ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യമൊക്കെ എക്സാമിന് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തിൽ നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഈ 2022 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറോണ കഴിഞ്ഞ് നമ്മളെ നവംബറിൽ 2020 കൊറോണ തുടങ്ങി, 2021 കഴിഞ്ഞ് 2022 കൊറോണ കഴിഞ്ഞ സമയത്ത് നമ്മളെ സിലബസ് നമ്മൾ കുറച്ച് എക്സാം പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നു. അതായത് ഒരു 80 മാർക്കിൻ്റെ എക്സാമുകളൊക്കെ 160 മാർക്കിനായിരുന്നു ഉണ്ടായിരുന്നത്. ആ 160 മാർക്കിൽ നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അതിൽ നമുക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത് അതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന മാർക്ക്. ഇപ്പോൾ 80-ൽ കൂടുതലൊക്കെ നമുക്ക് എഴുതാമായിരുന്നു. ഓക്കെ, അപ്പോൾ എത്രണ്ണം തെറ്റിയാലും ശരി നമുക്ക് ആ 80 മാർക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ 84 മാർക്ക് കിട്ടിയ കുട്ടിക്കും 80 ഉണ്ടാവും, 100 മാർക്ക് കിട്ടിയൊക്കെ 80 ആയിരിക്കും. അങ്ങനെ ആയിരുന്നു 2022 സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. പിന്നീട് അത് വീണ്ടും മാറ്റി. ഓക്കെ, അന്ന് സിലബസിൽ വരുത്തിയ മാറ്റം കാരണമാണ് 8 മാർക്കിൻ്റെ ഒക്കെ ചോദ്യം, സിലബസിലല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുത്തിയ മാറ്റം കാരണമാണ് 8 മാർക്കിൻ്റെ ചോദ്യമൊക്കെ വന്നിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഓരോന്നിൻ്റെ ചോദ്യത്തിന് ഉത്തരം കാണാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ്. ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണണം. ഞാൻ കൊടുത്തു. ലാസ്റ്റ് ടേം നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ n/2 × 2f + n - 1 × d കൊടുത്തു. ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യണം. n 15 ആണ്. 15/2. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അത് 6 ആണ്. പിന്നെ n 15 ആണ്. 15 - 1. d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-ന്ന് 6 പോയാൽ 4. ഇനി 15/2 പോയിന്റ് കിട്ടും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. 2 × 6 12. 15-ന്ന് 1 പോയാൽ 14. ഓക്കെ, ഇനി 14 × 4 ചെയ്യാം. 4 16ക്ക് 6 ഇഷ്ടം 1, 1 4 4 1 5. അപ്പോൾ 12 + 56. 56ക്ക് 12 കൂട്ടി. ഓക്കെ, 6 8 5 1 6 68. ഇനി ഈ 68-നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 4 34 വരും. ഓക്കെ, ഇനി 15 × 34 മൾട്ടിപ്ലൈ ചെയ്യാം. 4 20ക്ക് 0 ശിഷ്ടം 2, 1 4 4 4 2 6, 3 5 15ക്ക് 5 ശിഷ്ടം 1, 1 3 3 1 4, 0 6 5 11ക്ക് 1 ഇഷ്ടം 1 4 1 5, 510 510 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ.
വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ടേം ആൻഡ് 16th ടേം? ഈ ശ്രേണിയിലെ ആദ്യ പദവും 16ാം പദവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 16ാം പദത്തിൽ നിന്ന് ആദ്യ പദം എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. 16ാം പദത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? x1 പ്ലസ് 15d എന്ന് എഴുതാം. അപ്പോൾ x1 പ്ലസ് 15d മൈനസ് x1. x1 എന്തായി പോവും? കട്ടായി പോവും. ബാക്കി 15d. d എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 15 × 4 ചെയ്യുക. 4 20 0 ഇഷ്ടം 2 ഒരു 4 4 2 6 60. ഇനി ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് 15 ടേംസ് ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 15 ടേംസ്. അപ്പോൾ ഇവിടെ സം ഓഫ് ടേംസ് ഫ്രം 1 to 15. ആദ്യത്തെ 15 1 മുതൽ 15 വരെയുള്ള പദങ്ങളുടെ തുക 510 കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത 16 തൊട്ട് 30 വരെയുള്ള പദങ്ങളുടെ തുക കാണണം. അതിന് നമുക്ക് ആദ്യം കണ്ടോ 16 തൊട്ട് 30 വരെയുള്ള ടേമിന്റെ സമ്മ കാണണം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് n/2 ഇൻറ്റു അവിടുത്തെ ആദ്യ പദം 16ാം പദം അല്ലേ, അവിടുത്തെ അവസാന പദം ഏതാണ്? 30ാം പദമാണ്. ഞാൻ എങ്ങനെയാണ് x16 പ്ലസ് x13 ആക്കിയെന്ന് അറിയോ? ഈ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് 16ാമത്തെ പദം തൊട്ട് 30ാമത്തെ പദം വരെയാണ്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ടേം ആരാണ്? 16ാമത്തെ പദമാണ്. ലാസ്റ്റ് ടേം ആരാണ്? 30ാമത്തെ പദമാണ്. ഓക്കെ, ഇനി ഇത് കൊടുക്കുക. ഇതിൽ വാല്യൂ ഇട്ട് കൊടുത്തു. എന്ന് പറയുന്നത് 15 ആണ്. 15 ആണല്ലോ. 16 തൊട്ട് 30 വരെ എന്ന് പറയുമ്പോൾ 15 ആണല്ലോ. x1 പ്ലസ് 15d, x1 പ്ലസ് 29d, 2x1 പ്ലസ് 44d എന്ന് വരും. അതിൽ x1ന്റെയും ഡിയുടെയും വാല്യൂ കൊടുത്തു. എങ്ങനെയാണെന്നുള്ളത് കൂടി പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിച്ചോ. നോക്കിയാൽ ആദ്യത്തെ 15 പദങ്ങളുടെ സം 510 ആണ്. അടുത്ത 15 പദം എന്ന് പറയുമ്പോൾ 16 തൊട്ട് 30 വരെയാണ്. അപ്പൊ അവിടുത്തെ ഫസ്റ്റ് ടേം ആരാ? 16 ആണ്. അവിടുത്തെ ലാസ്റ്റ് ടേം ആരാ? 30 ആണ്. ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ x16 പ്ലസ് x30 എടുത്തത് കേട്ടോ. x16 x1 പ്ലസ് 15d എന്നും കൊടുത്തു, x30 x1 പ്ലസ് 29d കൊടുത്തു. ഇവിടെ ഒരു x1, ഇവിടെ x1, അപ്പൊ 2x1. ഇവിടെ 15 29 44d. x1 ആണ് ഫസ്റ്റ് ടേം. ഓക്കെ, അതായത് നമ്മളുടെ ശ്രേണിയുടെ ഫസ്റ്റ് ടേം അത് എത്രയാ? 6 ആണ്. d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം അത് എത്രയാ? 4 ആണ്. ഇനി 2 × 6 12, 4 × 4 16 16 16 1 17 176. ഇനി ഇത് രണ്ടും കൂട്ടുക. 176ക്ക് 12 കൂട്ടിയ 188. ഇനി 188ന്റെ പകുതി എടുക്കുക. 15/2 × 188 ആണല്ലോ. അപ്പൊ 188ന്റെ പകുതി 94 കിട്ടും. ഇനി 15 × 94 ചെയ്താൽ മതി, 1410. ഇനി ഈ 1410ന്ന് 510 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് 900 കിട്ടും. ഓക്കെ, അപ്പൊ എത്ര ഡിഫറൻസ് വരുന്നത്? 900. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ 2022 എക്സാമിന് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് സീ യു സൂൺ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.